പ്രമേഹ രോഗികൾ എന്ന് പറഞ്ഞാൽ എന്നും പ്രമേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രമേഹം ഒരു മഹാരോഗങ്ങളിൽപ്പെട്ട രോഗമാണ് പ്രമേഹം. വാതവ്യാധി, അശ്മരി, കുഷ്ഠം, മേഹം, ഉദരം, ബഗന്ധര, അർശസ്, ഗ്രഹണി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ചികിത്സിച്ചാലും ഭേദമാവില്ല. പഥ്യമായുള്ള ആഹാരവിഹാരങ്ങൾ കൊണ്ട് കൊണ്ടുപോകാവുന്ന ഒരു രോഗമാണ് പ്രമേഹം. അങ്ങനെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. പലരും പ്രമേഹം മാറ്റുന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് നമ്മൾ പ്രമേഹം മാറ്റുന്ന പറഞ്ഞാൽ നമ്മൾ അതിൽ മുന്നേ എങ്ങനെ ജീവിച്ചിരുന്നു അതേമാതിരി ജീവിക്കാൻ പറ്റണം. പ്രമേഹം മാറ്റുമ്പോൾ പഞ്ചസാര കഴിക്കാൻ പാടില്ല, പായസം കുടിക്കാൻ പാടില്ല, അങ്ങനെ പ്രമേഹം മാറ്റില്ല. അതൊക്കെ കഴിച്ചുകൊണ്ട് പ്രമേഹം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രമേഹത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇത് പറയാമെന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൽ നമ്മൾ കർക്കിടകം എന്നല്ല, അവർക്ക് പ്രധാനമായിട്ട് പ്രമേഹം ഒരു 10-15 വർഷമായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ അനുബന്ധ രോഗങ്ങൾ കൂടുതലായിട്ട് വരും പ്രമേഹത്തിന്. അത് 10-15 വർഷം വേണമെന്നില്ല. ചിലപ്പോൾ പ്രമേഹത്തിന് വേണ്ട രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 വർഷത്തിനുള്ളിൽ തന്നെ പല രോഗങ്ങളും പ്രമേഹത്തിൻ്റെ അനുബന്ധമായിട്ട് വരും. ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, ഓട്ടോണോമിക് ന്യൂറോപ്പതി, ഫോക്കൽ ന്യൂറോപ്പതി, ഇങ്ങനെ പറഞ്ഞിട്ട് ന്യൂറോപ്പതികൾ കുറേ ഉണ്ട്. ഓരോ ഭാഗത്തിനും അനുസരിച്ച് പലതരം ന്യൂറോപ്പതി പറയും. അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കാലിനും കൈയിനാണ് ആദ്യമായിട്ട് ബാധിക്കുക. അതായത് നമ്മൾ പ്രമേഹത്തിന് വേണ്ട രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാതിരിക്കുക, അല്ലെങ്കിൽ 10-15 വർഷം ആയിട്ടും നമ്മൾ കൃത്യമായി ചികിത്സ കൊടുക്കാതിരിക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാല് നിലത്ത് ചവിട്ടിയാൽ ശരിക്കും ചവിട്ടി എന്നുള്ളൊരു ഉറപ്പുണ്ടാവില്ല. വെള്ളത്തിൽ ചവിട്ടുന്ന പോലെ ശരിക്കും ഒരു ഉറപ്പുണ്ടാവും. അതൊരു പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഫസ്റ്റ് ലക്ഷണം. കാലിനെയാണ് പ്രധാനമായിട്ട് ആദ്യം ബാധിക്കുക. കൈകാലുകളിലാണ് ബാധിക്കുക, കാലിനെയാണ് ഏറ്റവും ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രമേഹ രോഗികൾ കർക്കിടകത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും തൈലം പുരട്ടി, അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം തൈലം പുരട്ടി കുളിക്കണം. പിന്നെ അവർ മാംസാഹാരങ്ങളൊക്കെ കഴിക്കാം കർക്കിടകത്തിൽ പ്രമേഹ രോഗികൾ. പ്രോട്ടീനും ഏറ്റവും നല്ലത് മാംസം തീന്നാണ്. ഇതൊന്നും ആയുർവേദത്തിൽ വേണ്ടാന്ന് പറയുന്നില്ല. മത്സ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇറച്ചികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പല മൃഗങ്ങളുടെ പാലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ ആര് എന്ത് എപ്പോൾ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ കൂടുതൽ കിട്ടാനായിട്ട് ഈ സാധാരണ ഒരു പ്രമേഹ രോഗിക്ക് ഇതൊക്കെ മത്സ്യവും ഇതൊക്കെ കഴിക്കാം. പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നാണ്, പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്നും ശിരശ്രവണ പ്രദേശം വിശേഷണ ശീലം, കാലിൻ്റെ കൈയിൻ്റെ അടിയിലൊക്കെ എണ്ണ പുരട്ടി കുളിക്കണം. ശരീരത്തിന് കുളിക്കണം. ശിരസ്, ശ്രവണം, പാദം, കൈകാലുകളുടെ അടിയിലൊക്കെ കൃത്യമായിട്ട് എണ്ണ തേച്ച് കുളിക്കണം. എല്ലാ കൈയിൻ്റെയും കാലിൻ്റെ അടിയിലും എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കണം. പിന്നെ അരിയും ഗോതമ്പിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെയുള്ള ഭക്ഷണ രീതി കൂടുതൽ ഉപയോഗിക്കുക. കാരണം പ്രമേഹം സാധാരണ വരുന്നത് മുൻപൊക്കെ വന്നിരുന്നത് ആണുങ്ങളിലായിരുന്നു കൂടുതൽ വന്നിരുന്നത്. ഇപ്പോൾ പെണ്ണുങ്ങളിലും കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ ഒരു 40-50 വയസ്സിന് ശേഷമാണ് വന്നിരുന്നത്. ഇപ്പോൾ 30 വയസ്സ്, 25 വയസ്സും 30 വയസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ശരിയായ വ്യായാമം ഇല്ലാതിരിക്കുക, പിന്നെ പരമ്പരാഗതമായിട്ടും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, ഈ കാർബോഹൈഡ്രേറ്റുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പിന്നെ ഇലക്കറികൾ ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നെല്ലിക്ക, അശ്വഗന്ധ ചൂർണം ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഒരു ജീവിത രീതി ക്രമപ്പെടുത്തി എടുക്കുകയാണെന്നാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്നും തലയിലും ദേഹത്തിലും എണ്ണ പുരട്ടി കുളിക്കണം. അപ്പോൾ ഇതൊക്കെ പ്രമേഹ രോഗികൾ ചെയ്യുന്ന കൂടുതൽ കാലം പ്രമേഹ രോഗത്തിൻ്റെ അനുബന്ധ രോഗങ്ങളില്ലാതെ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയും.